സബ് ജയിലിലേക്ക് പ്രതിയെ എത്തിച്ചിരിക്കുന്നത്. കോടതിയോട് പ്രത്യേക വിചിത്രമായ ആവശ്യങ്ങളൊക്കെ ഇയാൾ ഉന്നയിക്കുന്നത് നമ്മൾ കേട്ടു. എന്നെ ശിക്ഷിക്കൂ, എത്രയും വേഗം ശിക്ഷിക്കൂ, 100 വർഷം എന്നെ തടവിലിട്ടോളൂ. അപ്പോഴും അയാളുടെ ആത്മവിശ്വാസം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു തൂക്കുകയറല്ല, അത്രയും നാൾ 100 വർഷത്തോളം ജീവിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയൊക്കെ ആ പറയുന്നതിൽ ഉണ്ട് എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. കോടതിയോട് ഇത്തരം ആവശ്യങ്ങളൊക്കെ ഉന്നയിച്ച പ്രതി അതിനുശേഷം റിമാൻഡിലാകുന്നു. ഫെബ്രുവരി 12 വരെയാണ് റിമാൻഡ് കാലാവധി. റിമാൻഡ് കാലാവധിയിൽ എപ്പോഴാണ് ഇയാളുമായി തെളിവെടുപ്പ് നടത്തേണ്ടത്, ഈ കൊലപാതകങ്ങൾ പുനരാവിഷ്കരിക്കേണ്ടത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ വലിയ തീരുമാനമാണ് അന്വേഷണ സംഘത്തിന് എടുക്കേണ്ടതായിട്ടുള്ളത്. സൂരജ് സജി തുടരുകയാണ്. സൂരജ്, തുടരാം. ആലത്തൂർ സബ് ജയിലിന് മുൻപിൽ ആളുകൾ ഇങ്ങനെ കൂട്ടത്തോടെ നിൽക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം. അതിൽ മാധ്യമപ്രവർത്തകരുമുണ്ട്. ഈ ഒരു ആൾക്കൂട്ടത്തിൻ്റെ ഒരു പ്രതിഷേധം അതൊക്കെ തന്നെ മുൻകൂട്ടി കണ്ട് അതേ രീതിയിൽ തന്നെ പോലീസ് കർശനമായ സുരക്ഷാ വലയം ഒരുക്കി തന്നെയാണ് കോടതിയിൽ എത്തിച്ചതും കോടതിയിൽ നിന്ന് വൈദ്യപരിശോധന പൂർത്തിയാക്കിയതും അതിനുശേഷം ആലത്തൂർ സബ് ജയിലിലേക്ക് ഇയാളെ എത്തിച്ചതും. സൂരജ് സജി ചേരുന്നുണ്ട് നമുക്കൊപ്പം. സൂരജ്, നമ്മളിപ്പോൾ അയാളെ പെട്ടെന്ന് തന്നെ ജയിലിനകത്തേക്ക് കയറ്റുന്നതും പോലീസ് കയറ്റുന്നതും ആ വാതിലുകൾ അടയുന്നതും കണ്ടതാണ്. പക്ഷേ ഇപ്പോഴും വലിയൊരു ജനക്കൂട്ടം ആ ജയിലിന് പുറത്തുണ്ട്. തീർച്ചയായും സ്മിത, അതായത് വലിയൊരു ജനക്കൂട്ടം ഈ ജയിലിന് പുറത്തുണ്ട്. കോടതിയിൽ നിന്ന് ഈ പ്രതിയെ ഇറക്കിക്കൊണ്ടുവരുന്ന സമയത്ത് ചില ആളുകൾ വലിയ രീതിയിൽ ശകാരിക്കുന്നത് നമ്മൾ അവിടെ കണ്ടു. വലിയ രീതിയിൽ ഈ പ്രതിയോട് കയർക്കുന്നത് നമ്മൾ അവിടെ കണ്ടു. അത് വലിയൊരു പ്രതിഷേധമല്ലെങ്കിൽ പോലും ചെറിയ നിലയിലുള്ള പ്രതിഷേധങ്ങൾ അത് കോടതിക്ക് മുന്നിൽ കണ്ടതാണ്. അതിന് പിന്നാലെയാണ് ഈ വൈദ്യപരിശോധനയ്ക്ക് എത്തിയത്. അതായത് ഈ കോടതിയും അതോടൊപ്പം തന്നെ ജയിലും, കോടതിയോട് ചേർന്ന് ജയിൽ കഴിഞ്ഞാൽ പിന്നീട് ആശുപത്രി, അതുകൊണ്ട് തന്നെ മൂന്നും അടുത്തടുത്തായതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ വൈദ്യപരിശോധനയ്ക്ക് ശേഷം പ്രതിയെ കാൽനടയായി തന്നെ സബ് ജയിലിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. മിനിറ്റുകൾക്കുള്ളിൽ, അതായത് ഈ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങി ഒരു 1-1.5 മിനിറ്റിനുള്ളിൽ തന്നെ ഈ ആലത്തൂർ സബ് ജയിലിനകത്തേക്ക് ഈ പ്രതിയെ കയറ്റുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സ്മിത, ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇന്ന് കോടതിയിൽ ചെന്താമര നടത്തിയ പ്രതികരണം അത് ഒരിക്കലും ഒരു കുറ്റബോധത്തോടെയുള്ള പ്രതികരണമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഈ കൊലപാതകം ചെയ്യുന്നതിന് മുൻപ് തന്നെ ചെന്താമര ഈ അടുത്ത ബന്ധമുള്ള ആളുകളോട് എല്ലാവരോടും പറഞ്ഞതാണ് താൻ ഒരു കൊലക്കുറ്റം ചെയ്ത ആളാണ്, അതിൽ തനിക്ക് എന്തായാലും ശിക്ഷ കിട്ടും. ആ കൊലക്കുറ്റം ചെയ്ത തനിക്ക് ഇനി ഒരു കൊലപാതകം ചെയ്താൽ പോലും കിട്ടാൻ പോകുന്ന ശിക്ഷ എന്താണ് എന്നറിയാം എന്ന് പറഞ്ഞ ആളാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് കോടതിയിലെത്തി തന്നെ ശിക്ഷിക്കൂ എന്ന് പറയുമ്പോൾ അതൊരു മാനസാന്തരത്തോടു കൂടി നടത്തിയ പ്രതികരണമല്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. എന്നെ ശിക്ഷിക്കൂ എന്നുള്ളതാണ് ജഡ്ജിയോട് ഈ ചെന്താമര പറയുന്നത്. അതായത് ഏതെങ്കിലും തരത്തിലുള്ള പരിക്കുകൾ ഏറ്റിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. ആ സമയത്ത് പറയുന്നു, എന്നെ ശിക്ഷിക്കൂ, എല്ലാം ചെയ്തത് ഞാൻ ഒറ്റയ്ക്കാണ്, ഞാൻ ഒറ്റയ്ക്ക് ചെയ്തതാണ്. എനിക്ക് മകനെയും മരുമകളെയും കാണുന്നതിൽ വലിയ ബുദ്ധിമുട്ടുണ്ട്. മകൾ എഞ്ചിനീയറാണ്, മരുമകൻ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥനാണ്. അതുകൊണ്ട് തന്നെ അവരെ തനിക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ തന്നെ ശിക്ഷിക്കണം. നൽകിക്കൊണ്ടിരിക്കുന്ന ആ ജയിലിന് മുന്നിലുള്ള വലിയൊരു ആൾക്കൂട്ടം അത് ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ്. ആ ഒരു ആൾക്കൂട്ടം, ആ പ്രതിഷേധമൊക്കെ തന്നെ മുൻകൂട്ടി കണ്ടിരുന്നു പോലീസ് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ 14 ദിവസത്തേക്കാണ് ചെന്താമരയെ റിമാൻഡ് ചെയ്തത്. അതിനുശേഷമുള്ള വൈദ്യപരിശോധന പൂർത്തിയാക്കി അതിനുശേഷം ആലത്തൂരിലെ സബ് ജയിലിലേക്ക് എത്തിക്കുകയായിരുന്നു പ്രതിയുടെ വൈകാരികമായ ചില വൈകാരികം എന്ന് പറയാൻ കഴിയില്ല, നിർവികാരമായിട്ടാണെങ്കിലും പ്രതികരണങ്ങൾ മജിസ്ട്രേറ്റിന് മുന്നിൽ എന്നെ 100 വർഷത്തേക്ക് ശിക്ഷിക്കണം, ഞാൻ തന്നെയാണ് ഈ കൃത്യം ചെയ്തത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞു. അപ്പോൾ സൂരജ് സജി റിപ്പോർട്ട് ചെയ്യുമ്പോൾ പറയുകയായിരുന്നു അത് ഒരു കുറ്റബോധത്തോടു കൂടിയുള്ള പറച്ചിലെന്നൊന്നും കരുതാൻ കഴിയില്ല. അത് മാത്രമല്ല, അപ്പോഴും 100 വർഷം ജീവിക്കാൻ, അതായത് 2 തൂക്കുകയറെന്നുള്ളത് പുള്ളി എക്സ്പെക്ട് ചെയ്യുന്നതേ ഇല്ല. ജയിലിനകത്ത് ജീവിക്കുക, മകളെ മരുമകനെ അവരെ ഒന്നും ഫേസ് ചെയ്യാൻ കഴിയില്ല എന്നുള്ള പ്രതികരണങ്ങളൊക്കെ നമ്മൾ കണ്ടു. ചെയ്യില്ല എന്നുള്ളതാണ്. അയാൾക്ക് ഭക്ഷണമാണ് ഏറ്റവും പ്രധാനം. ഭക്ഷണം ചോദിച്ച് വാങ്ങിച്ച് കഴിച്ചോളൂ. അത് തന്നെയാണ് ഭക്ഷണം കഴിക്കാൻ എത്തുമെന്ന് പോലീസിന്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഓൾറെഡി ഒരു കൊലപാതകത്തിന് ജയിലിൽ കഴിയുന്ന ആളാണ്. അപ്പോൾ ഇത്രയാണ് എന്നുള്ളത് അയാൾക്കറിയാം. കൃത്യമായി തന്നെയാണ് കാര്യങ്ങൾ.